പത്മ. ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് രുദ്രസ്വരൂപനായ മഹാദേവന്റെയും സഹസ്രാര പത്മത്തിലേക്കുള്ള നമ്മളുടെ ശിവത്വം പ്രാപിക്കലിൻ്റെയും വരികളാണ് പറയുന്നത്. ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. ആജ്ഞാചക്രം, അനാഹത ചക്രത്തിനും ആജ്ഞാചക്രത്തിനും ഇടയ്ക്കുള്ള ഈ വരി, ഇവിടെയാണ് ഈ ശക്തിപ്രഭാവം ഇപ്പോൾ അമ്മയുടെ ദേവീ ചൈതന്യം എത്തിച്ചേരുന്നത്. അപ്പോൾ ആജ്ഞാ ചക്ര അന്തരാളസ്ഥ, ആജ്ഞയുടെ ചക്രമാണ്. നമ്മൾ പറയില്ലേ ആജ്ഞാപിക്കുന്ന, എന്നാൽ ഇവിടെ ആജ്ഞാപിക്കുന്നത് അമ്മയാണ്. ദേവിയുടെ ചൈതന്യം ചക്രങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. നമ്മളുടെ സാധനയാലും ഉപാസനാ പദ്ധതികളാലും ശക്തിയുടെ പ്രഭാവത്തെ ആജ്ഞാപിക്കുന്നു. എന്താണ് ആജ്ഞാചക്രത്തെ? അന്തരാളസ്ഥ, ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിലേക്ക് പോകുക. ഉള്ളിൻ്റെ ഉള്ളിൽ പോകും തോറും ശക്തി ചൈതന്യം മുകളിലേക്ക് പോകും. മുൻപും പറഞ്ഞതാണ്, താഴത്തിലേക്കല്ല, അധോഗതിയല്ല, പുരോഗതിയാണ്, സദ്ഗതിയിലേക്കാണ്. ഊർധ്വരേതസ് എന്നാണ്. ഇപ്പോൾ മുൻപിലേക്കും പിന്നിലേക്കുമല്ല, ആഴത്തിലേക്ക് പോകും തോറും പുരോഗതിയിലേക്ക് ശക്തി അമ്മ കൊണ്ടുപോകും. ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. രുദ്ര എന്നാണ് എടുത്തു പറയുന്നത്. അതായത് രവരൂപമാണ്. രവം, ശബ്ദം, ഘോര ശബ്ദത്തോടു കൂടിയാണ് മഹാദേവൻ ഇപ്പോൾ ഉള്ളത്. രുദ്രൻ ഭയപ്പെടുത്തുന്നതല്ല. നമ്മൾ ഭൈരവൻ, അഘോരി എന്ന് പറയുന്ന അതേപോലെ, അതായത് ഭയം ഇല്ലാതാകുന്ന അവസ്ഥ ഭൈരവം, ഘോരം അല്ലാത്തവസ്ഥ അഘോരം. ഇവിടെ രുദ്രം എന്നാൽ ശബ്ദത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ശബ്ദമെന്നാൽ ഉള്ളിൽ ഉറങ്ങുന്ന, ഉള്ളിൽ തുടിക്കുന്ന നാദത്തെയാണ് പറയുന്നത്. ഈ ശബ്ദം മാത്രമല്ല, ഉള്ളിൽ ഒരു നാദം തുടിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളെ ഹൃദയമായി, ഗ്രന്ഥികളായി. ഇവിടെ രുദ്രഗ്രന്ഥി എന്നുദ്ദേശിക്കുന്നത് ഉള്ളിൽ ആ ചൈതന്യത്തിൻ്റെ പ്രവാഹത്തിൻ്റെ ശക്തിയുടെ രുദ്രമാണ്. ആ രുദ്രം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. രുദ്രം നമകമായും ചമകമായും. അപ്പോൾ ആ രുദ്രഗ്രന്ഥിയെ ഇപ്പോൾ അമ്മ ചൈതന്യമായി വിഭേദിക്കുന്നു. വിഭേദിച്ചുകൊണ്ട് സഹസ്രാരാംബുജാരൂഢ സുധാ സാരാഭിവർഷിണി, സഹസ്രാര പത്മത്തിലേക്ക്, ആ ദളങ്ങൾ എണ്ണാനാകാത്ത, ആ വിടർന്ന് വിലസിക്കുന്ന നമ്മളുടെ സഹസ്രാര പത്മത്തിലേക്ക് അംബുജാരൂഢ, അംബുജങ്ങളാണ്. നമ്മളുടെ സകല വിഷ ചെളിക്കുണ്ടുകളിൽ നിന്നും വിരിഞ്ഞ് ജനിച്ച് ഉണർന്ന അംബുജത്തിൻ്റെ മുകളിൽ ആരൂഢ, സഹസ്രാരാംബുജാരൂഢ സുധാ സാരാഭിവർഷിണി. സുധയായി, സുധ എന്നാൽ എന്നും എന്നും എല്ലാ നിമിഷവും അമൃതവർഷിണിയായി, അമൃതം ചൊരിയുന്ന സുധാസാഗരമായി. സാഗരങ്ങൾക്ക് തിരമാലകളുണ്ട്, വേലിയേറ്റം, വേലിയിറക്കം, സൈലൻസ്, നിശബ്ദത എല്ലാമുണ്ട്. അതിനേക്കാളേറെ ആഴവുമുണ്ട്. അത്രയും അടങ്ങുന്ന ആ സുധാ സാരാ അഭിവർഷിണി, അഭിവർഷിണിയാണ്. എന്നും എന്നും അഭിവൃദ്ധി മാത്രം വർഷിക്കുന്ന ദേവി. സങ്കടങ്ങളുണ്ടാവും, സകല പരീക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരിക്കലും അമ്മ ദേവി കൈവിടുകയില്ല. അമ്മ കൂടെ തന്നെ ശക്തിയായി ഉണ്ടാകും. അത് പുറത്ത് മാത്രം നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് പുറത്ത് ഫീൽ ചെയ്യുന്നത്. ഉള്ളിലേക്കെടുക്കാനാണ് ഇവിടെ ഈ വരികൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വരികൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. 3 വരികളും ഒരുമിച്ചും കൂടെ പറയാം, എന്നാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അതായത് മുൻപ് പറഞ്ഞ 2 വരിയും ചേർത്ത്. മൂലാധാരേക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാ സാരാഭിവർഷിണി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.